പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞാല് കുട്ടികൾ എന്നാ അങ്ങനത്തെ കുറെ ചോദ്യങ്ങളാണ് വന്നോണ്ടിരുന്നത്. ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ആള് ജീവിച്ചിരിപ്പുണ്ടോ, രണ്ടാം ഘട്ട എപ്പളാ? അതൊക്കെയാണ് ഇപ്പത്തെ ചോദ്യങ്ങൾ. ആ ട്രെൻഡേ മാറി. കാരണം ഒന്നെങ്കിൽ ഇവര് തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. കാരണം മെന്റൽ ടോർച്ചറും ഫിസിക്കൽ ടോർച്ചറും ഒക്കെ അനുഭവിച്ചിട്ട്, അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് ഒത്തിയൊന്നും പോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ആകെ കാണുന്ന അവിടെ ഒറ്റമൂലീസ് ആത്മഹത്യ ചെയ്യാന്നുള്ളതാ. അതല്ലെങ്കിൽ കൂടെയുള്ളവനെ ഇവര് തന്നെ തല്ലിക്കൊല്ലോ, സിമെന്റിലാക്കുവോ, അല്ലെങ്കിൽ കൊക്കെ കൊണ്ട് തള്ളിയിടുവോ, അങ്ങനത്തെ കുറെ കൗതുകങ്ങളാണ് ഇവർക്ക് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ജീവിച്ചിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ ഒരു തെണ്ടികളും നോക്കത്തില്ല. ഈ നാട്ടുകാരെന്ത് പറയുന്നുള്ള മറ്റേ വിഷമത്തെ നിങ്ങൾ കടിച്ചു പിടിച്ച് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത റിലേഷനിൽ നിങ്ങൾ നിൽക്കുമ്പോ ഉണ്ടല്ലോ, ഒന്നാമത് നിങ്ങൾക്ക് ഇല്ലാത്ത അസുഖങ്ങൾ വന്നു പെടും. ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് നിങ്ങൾ അവസാനം കൊണ്ട് ഒടുക്കം കൊണ്ട് ആത്മഹത്യ ചെയ്യും. നിങ്ങളൊക്കെ ആത്മഹത്യ ചെയ്തോണ്ടല്ലോ, ഈ പറയുന്ന ഊളുകളായ നാട്ടുകാരോ വീട്ടുകാരോ ഒന്നും ഒരു റീത്ത് പോലും വാങ്ങി വെക്കത്തില്ല. പിന്നെ നിങ്ങൾ വീട്ടുകാരെ നോക്കുന്നുള്ള കാര്യം നിങ്ങൾ തന്നെ നോക്കണം. ജീവിച്ചിരുന്ന അതെങ്കിലും പറ്റും നിങ്ങൾക്ക്.